ലോകരാജ്യങ്ങളുടെ ഭക്ഷണമേശകളിൽ ഭാരതത്തിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരണാസിയിലെ PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ഇത് ആദ്യമായാണ് നരേന്ദ്രമോദി തന്റെ മണ്ഡലമായ വാരണാസിയിൽ എത്തുന്നത്. ഗംഗാ ആരതിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിലും ഭാഗമായി. നരേന്ദ്രഭാരതം കർഷകർക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തന്റെ മണ്ഡലമായ വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കർഷകരും യുവാക്കളും സ്ത്രീകളും സാധാരണക്കാരും വികസിത ഭാരതത്തിന്റെ തൂണുകളായി കരുതിയാണ് മുന്നേറുന്നത്. ലോകരാജ്യങ്ങളുടെ ഭക്ഷണമേശകളിൽ ഭാരതത്തിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗ്ലോബൽ മാർക്കറ്റ് में देश को नई ऊंचाई पर ले जा रहा है और मेरा तो सपना है कि दुनिया की हर डाइनिंग टेबल पर भारत का कोई न कोई खाद्यान्न या फूड प्रोडक्ट होना ही चाहिए. മികച്ച വിജയം സമ്മാനിച്ച വാരണാസിയിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. മൂന്നാം തവണയും ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിലെത്തുന്നത് ചരിത്രമാണെന്നും ആ ചരിത്രം 60 വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിലുണ്ടായെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തുടർന്ന് ദശാശ്വമേധ ഘട്ടിൽ നടന്ന ഗംഗാ ആരതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം യോഗി ആദിത്യനാഥും ഗവർണറും പങ്കെടുത്തു. स्वस्ति न इंद्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तारक्षो अरिष्टानेमिः स्वस्ति नो बृहस्पतिर्दधातु. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി പ്രത്യേക പൂജകളിലും ഭാഗമായി. ഗ്രീഷ്മരിതൗ മഹാമാംഗല്യ പ്രഥമാസോത്തമേ പുണ്യപവിത്രേ ശുഭേ വിഘ്നതാ പരിസമാപ്ത്യർത്ഥം മഹാഗണപതി സ്മരണം ച കരിസ്മുതേ നമഃ ജാതേ രുദ്രശിവാതനൂരഘോരാ പാപകാസിനി. നാളെ ബീഹാറിന് തിരിക്കുന്ന പ്രധാനമന്ത്രി നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. ജനം, ഡൽഹി.